ലോകത്തിലെ പ്രക്ഷുബ്ധതകൾക്കിടയിൽ ഇന്ത്യ എന്ത് ചെയ്യുകയാണ്? അമേരിക്കയും റഷ്യയും ചൈനയും എല്ലാം തന്നെ ഒരു വലിയ യുദ്ധത്തിന് കോപ്പുകൂട്ടുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന വമ്പൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അയൽക്കാരുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളായിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം വർഷങ്ങളായി നിലനിൽക്കുന്നു. അതേസമയം ചൈന, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഏത് മോശം സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യൻ സൈന്യവും നാവികസേനയും പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ലോകത്തിലെ വലിയ പ്രക്ഷുബ്ധതകൾക്കിടയിലും ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ചൈനയ്ക്കും ബംഗ്ലാദേശിനും ഒരു ദുരന്തം സൃഷ്ടിച്ച ബംഗാളിലെ ഹാൽദിയയിൽ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികസേന ഒരു പുതിയ താവളം ഒരുക്കാൻ പോകുന്നു. അപ്പോൾ ചൈന, ബംഗ്ലാദേശ് ഇന്ത്യയെ നിരീക്ഷിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ബംഗാൾ ഉൾക്കടലിൽ നിർമ്മിക്കുന്ന നാവികത്താവളത്തിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കും. ഈ നാവികത്താവളത്തിലൂടെ ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും നടപടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് ഉചിതമായിട്ടുള്ള മറുപടി നൽകാൻ കഴിയും. ഇത് നാവികസേനയുടെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഹാൽഡിയ ഡോക്ക് കോംപ്ലക്സ് തുടക്കത്തിൽ നാവികസേനയുടെ താവളമായിട്ടാണ് ഉപയോഗിക്കാൻ പോവുക. ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റും പുതിയ 300 ടൺ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റും ഇവിടെ വിന്യസിക്കും. മണിക്കൂറിൽ 40 മുതൽ 45 നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഓടാൻ കഴിവുള്ള അതിവേഗ ആക്രമണ ക്രാഫ്റ്റുകളാണിവ. ശത്രു സൈന്യത്തിന്റെ പെട്ടെന്നുള്ള സമുദ്ര പ്രവർത്തനങ്ങളെ ചെറുക്കാൻ ഇവ ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. കൊൽക്കത്തയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ് ഈ നാവികത്താവളം നിർമ്മിക്കുന്നത് എന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ഈ താവളത്തിൽ വിന്യസിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായിട്ടുള്ള കൊൽക്കത്തയിൽ നിന്ന് ഇവിടെ നിന്ന് വെറും 100 കിലോമീറ്റർ മാത്രമാണ്. നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് രാജ്യത്തുടനീളം പല സ്ഥലങ്ങളിലും താവളങ്ങളുണ്ട്. മുംബൈ, ഗോവ, കാർവാർ, കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം, കൊൽക്കത്ത, പോർട്ട് ബ്ലെയർ എന്നിവിടങ്ങളാണ് പ്രധാനമായിട്ടുള്ള താവളങ്ങൾ. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുന്നതിനിടയിൽ ചൈനയും ബംഗ്ലാദേശും കൂടുതൽ അടുക്കുന്നു എന്ന് കണ്ടാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.